ഇതെങ്ങാടാണ് കരടുന്നാണ് കാറ്റ് തന്നെ എന്നാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ എറണാകുളം ബ്രോഡ്വേയിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡിമെയ്ഡ് പൂക്കളത്തിൻ്റെ ഓർഡറൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ 1-2 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ മെറ്റീരിയൽ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഓണത്തിൻ്റെ ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ നടത്തണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇയറിങ്സ്, നെക്ലസ് അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാണുകയാണെങ്കിൽ അതും നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ മെറ്റീരിയൽ എടുക്കുന്ന സ്ഥലത്താണെങ്കിൽ മെറ്റീരിയൽസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓണം ആ ഒരു സീസൺ ആകുമ്പോഴേക്കേ കൊണ്ടുവരുള്ളൂ, അപ്പോഴേ നമ്മൾ സാധനം എടുക്കണുള്ളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ അവിടെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ തന്നെ കൊടുക്കേണ്ട ഒരു ഓർഡറും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ പോയാലേ സംഭവം നടക്കുള്ളൂ. അപ്പോൾ ഇനി ബ്രോഡ്വേ ബേസ് കാണാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ആൻറ്റി ഉണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അക്കരെ കടന്നിട്ട് വേണം ബസ് കയറാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറാം. അങ്ങനെയാണെങ്കിൽ 2 ബസ് കയറേണ്ടി വരും. അക്കരെ കടന്നിട്ടാണെങ്കിൽ ഒറ്റ ബസ്സിന് നമുക്ക് നേരെ എറണാകുളത്ത് പോയി ഇറങ്ങാം കേട്ടോ. അങ്ങനെ ഫെറി കടന്ന് ബസ്സൊക്കെ കയറിയതേ എറണാകുളം എത്തിയിട്ടുണ്ട്. ഹൈക്കോർട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോഡ്വേ ആണ്. ഇന്നൊരു ഇരുണ്ട കാലാവസ്ഥയാണ്, നല്ല മഴക്കാറുണ്ട്. നമ്മളെങ്ങനെയും പെട്ടെന്നൊന്ന് ബ്രോഡ്വേയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് മഴ പെയ്താൽ മതി എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നടന്നു തുടങ്ങിയപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. മഴയേനേലും പ്രശ്നമായത് കാറ്റായിരുന്നു. കുടയൊക്കെ നമ്മളെ വലിച്ചിട്ട് പോകായിരുന്നു കേട്ടോ. ഇതെങ്ങാടാണ് കരടുന്നാണ് കാറ്റ് തന്നെ എന്നാക്കിയിരിക്കുന്നത്. കാറ്റ് പോയി. എവിടെ ഏത് മഴയായതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു. അതുപോലെ ഈ സൈഡിലുള്ള ചെറിയ ചെറിയ കടകളുണ്ടല്ലോ, അതൊന്നും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, കാരണം നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ മെറ്റീരിയൽ എടുക്കുന്നത്. അപ്പോൾ സിബി ആൻറ്റി ആണെങ്കിൽ ആ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ നോക്കുകയാണ് ആൻറ്റിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ചേട്ടനെ സാധനം കിട്ടിയോ എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് വരുന്നുണ്ടായി, പക്ഷേ മെറ്റീരിയൽ ഇല്ലാതെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് കൊടുക്കേണ്ടതൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ള ആ ഒരു ഇതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പിറ്റേ ദിവസം പോകുന്നു. ചാക്ക് പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്രാവശ്യം കുറച്ചധികം മെറ്റീരിയൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 കളേഴ്സ് മിസ്സിംഗ് ആയിരുന്നു. അത് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വേണ്ടിയിട്ടല്ല, സിബി ആൻറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു സംഭവം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് ബസ്സൊക്കെ കയറി നമ്മുടെ കടവിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ എറണാകുളം പോയി തിരിച്ചെത്തിയപ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കുടിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് നമ്മുടെ വർക്കിലേക്ക് നടക്കണം. അതായത് ഒരു റെഡിമെയ്ഡ് പൂക്കളത്തിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അത് നാളെ ചെയ്ത് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യണം. അതിൽ ഇപ്പോഴും 2 കളേഴ്സ് മിസ്സിംഗ് ആണ്, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞ് എത്തുമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ നിന്ന് ഒരു കളറ് അത് അങ്ങനെ ഓരോ പാക്ക് വെച്ചിട്ട് വാങ്ങി അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വിചാരിച്ചതുപോലെ ബാക്കി കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ സിബി ആൻറ്റിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി. ഞാനാണെങ്കിൽ നമുക്ക് ഈ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസും പിന്നെ ഒരു ഡ്രസ്സിൽ വയ്ക്കാനായിട്ടുള്ളൊരു ലേസും അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്നാലും വാങ്ങിയ സാധനം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇനി ബാക്കി നമുക്ക് പരിപാടി ചെയ്യാം. ഇപ്രാവശ്യം കുറച്ചധികം മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തരാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിലായിട്ടൊരു വാട്സപ്പ് നമ്പർ പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ. അത് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം പെട്ടെന്ന് കൊടുക്കാനായിട്ടുള്ളതാണല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാൽ നമുക്ക് സമയത്തിന് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല കേട്ടോ. കൂടുതലും പുറത്തേക്കാണ് നമുക്ക് ഈ ഓർഡേഴ്സ് കിട്ടാറുള്ളത്. ഇതും ഇപ്പോൾ അവർക്ക് 5-ാം തീയതി പോകാനായിട്ടുള്ളതാണ്. അപ്പോൾ 3-ാം തീയതിക്കുള്ളിൽ സംഭവം എത്തണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 2 അടീൻ്റെ പൂക്കളാണ്. നമ്മൾ നോർമലി 2, 3, 4 അത്രയും അളവിൽ ചെയ്ത് കൊടുക്കലുണ്ട്. അതുപോലെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരെന്തായാലും മെസ്സേജ് ചെയ്യാനായിട്ടും മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.